ഹലോ ഗൈസ്, ഇന്നൊരു ഞായറാഴ്ചയാണ്. ഇന്ന് ഞാനൊരു വഴിക്ക് വരെ പോവുക. ഇപ്പം ഞാൻ തെന്മല റൂട്ടിൽ കല്ലടയാറിൻ്റെ തീരത്ത് നിൽക്കുക. ഞാൻ തെന്മലയ്ക്കല്ല പോകുന്നത്, തെന്മല വഴി തെങ്കാശിക്ക് പോവുക. പോകുന്ന വഴിയിലാണ് ഈ ഒരു ആറിൻ്റെ ഒരു വ്യൂ കണ്ടത്. കുറച്ചപ്പുറത്ത് വ്യൂ പോയിൻ്റ് ഉണ്ട് ഡാം കാണാനായിട്ട്. പക്ഷേ അവിടെ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറിയില്ല. നമ്മുടെ ലക്ഷ്യം അതുമല്ലല്ലോ. അപ്പം ഇവിടെ സൈഡിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ ഒരു പ്രകൃതി ഭംഗി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് നിന്ന് കുറച്ചങ്ങോട്ട് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിയിലെല്ലാം ഇതേപോലുള്ള സ്ഥലങ്ങളായതുകൊണ്ട് വണ്ടി നിർത്തിയാണ് പോയത്. ഒരുപാട് സ്ഥലങ്ങൾ ഈ വണ്ടി നിർത്താതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യനല്ല. ഇത് കണ്ടോ, ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് മുന്നിൽ കാണുന്ന ആ മലനിരകൾ കണ്ടോ? ഈ മലനിരകളുടെ ഇടയിലൂടെയുള്ള റോഡിൽ കൂടെയാണ് നമ്മൾ ചുരം എന്ന് വെച്ചാൽ ചെറിയ ഒരു ഹെയർ പിന്നൊക്കെ പോലെയുള്ള ചെറിയൊരു സംഭവം, അതൊക്കെ അങ്ങോട്ട് ഇറങ്ങി നമ്മൾ തമിഴ്നാട്ടിലോട്ട് എൻ്റർ ചെയ്യുന്നു. ഓൾറെഡി നമ്മൾ തമിഴ്നാട്ടിലാണ്. പക്ഷേ തമിഴ്നാടിൻ്റെ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കണമെങ്കിൽ താഴെ എത്തണം. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ അതേ മലനിരകളുടെ സൈഡിലെത്തിയൊരു ഫീലിംഗ്. എങ്ങോട്ട് നോക്കിയാലും വ്യൂ ആയതുകൊണ്ട് എനിക്ക് വണ്ടി നിർത്താതിരിക്കാനേ തോന്നിയില്ല. ഇതുപോലുള്ള റൂട്ടിൽ കൂടെ ഒക്കെ നമ്മൾ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. എന്ത് ഭംഗിയുള്ള സ്ഥലമാണെന്ന് നോക്കി. രണ്ട് സൈഡിലും മലയും ഒരു കാടിൻ്റെ ഒരു അന്തരീക്ഷവും ആ ചുരമൊക്കെ ഇറങ്ങി വരുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എടുത്ത് തരണമെന്നുണ്ട്. പക്ഷേ ഒറ്റക്കൈയിൽ ഫോണും പിടിച്ച് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഞാൻ തെങ്കാശിക്കല്ല, മോർച്ചറിയിലോട്ടായിരിക്കും എത്തുക. നമുക്കൊരു ഗോപ്രോ ഇല്ലാത്തതിൻ്റെ കുറവ് ഈ ഒരു വീഡിയോ എടുത്തപ്പം, ഇന്നലത്തെ ആ ഒരു ദിവസം നല്ല രീതിയിൽ ഞാൻ അനുഭവിച്ചു. ഇതാണ് തമിഴ്നാട്ടിലോട്ട് നമ്മൾ എൻ്റർ ചെയ്തു. ഈ തമിഴ്നാട്ടിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കണം എന്നൊരു നിയമമുണ്ട്. എന്നാൽ ഈ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഈ നിയമം എനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ ട്രാക്ഷൻ ഫോറിനെ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാമായിരിക്കും. പുള്ളി നമ്മുടെ പുഷ്പ ഷൂട്ട് ചെയ്ത തിരുമലൈ കോവിലോട്ട് പോകുന്ന ഒരു വീഡിയോ ഉണ്ട്. രണ്ട് വീഡിയോ ഉണ്ട്. ആ രണ്ട് വീഡിയോയിലും പുള്ളി ഈ ഒരു വ്യൂ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ നമ്മൾ മുന്നോട്ട് നോക്കിയാണല്ലോ വണ്ടി ഓടിക്കുന്നത്, പക്ഷേ പുള്ളി പുറമോട്ട് നോക്കിയാണ് വണ്ടി ഓടിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതെന്തായാലും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണല്ലോ എനിക്ക് മനോഹരമായൊരു വ്യൂ കാണാൻ പറ്റിയത്. കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പം പിന്നെയും താണ്ടൊരു നെൽപ്പാടത്തിന് പുറവിൽ മലനിരകളുടെ ഒരു ചാകരയാണ് കേട്ടോ. ഞാൻ ആ നെൽപ്പാടത്തിന് അടുത്തേക്ക് ഇങ്ങനെ നടന്നു പോയപ്പം ആ ഒരു മഞ്ഞ പൊട്ട് പോലെ സാധനം കണ്ടോ, അതൊരു പ്രായമായ ഒരു അപ്പൂപ്പനാണ് കീടനാശിനി അടിക്കുക. കുറച്ച് ദൂരെ നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ഫോണിനകത്ത് അത്രയും അങ്ങോട്ട് കിട്ടത്തില്ല. എന്നാലും ഞാൻ ഒരു സൂം ചെയ്തൊന്ന് പയറ്റി നോക്കി, പുള്ളീനെ കിട്ടുമെന്നറിയണമല്ലോ. പക്ഷേ വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. നിഴൽ പോലെ ചെറിയ രീതിയിലൊന്ന് കാണാൻ പറ്റും. പക്ഷെ നേരിട്ട് ഈ പുള്ളിക്കാരൻ ഇങ്ങനെ ചെയ്യുന്നതും ആ ഒരു പ്രകൃതി ഭംഗിയും കൂടെ ഭയങ്കരമായിട്ട് ഒരു അട്രാക്റ്റ് ചെയ്യുന്നൊരു ഫീലിംഗ് തന്നെയായിരുന്നു. അത് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അത്ര മനോഹരമായ കാഴ്ചയാണ് അത് നേരിട്ട് കാണാൻ. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ രണ്ട് സൈഡിലും വയലല്ല, എന്നാൽ പോലും ആ ഒരു പുൽമേടും വലതുവശത്തുള്ള വയലും മുന്നിലുള്ള ഒരു കാട് പോലുള്ള റോഡും ആ മലനിരകളും, എൻ്റെ പൊന്നെ, എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് എന്തോ നെഞ്ചൊക്കെ കിടന്നിങ്ങനെ ഇടിക്കുകയായിരുന്നു. അത്രയും ഭംഗിയുള്ളൊരു സ്ഥലത്ത് നമ്മൾ പോയി നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല്, അത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിങ്ങനെ ആസ്വദിക്കാനാണല്ലോ നമ്മൾ പോയത്. നമ്മളൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ലക്ഷ്യം മാത്രം നോക്കി പോയിട്ട് കാര്യമില്ല. ആ പോകുന്ന വഴിയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നോക്കി കണ്ട് ആസ്വദിച്ച് പോകണം. എന്നാലേ ആ ഒരു യാത്ര പൂർണ്ണമാകത്തുള്ളൂ. ഇതും എന്നെ പഠിപ്പിച്ചത് ട്രാക്ഷൻ ഫോർ തന്നെ കേട്ടോ. പുള്ളിയുടെ വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ കാറ്റാടി വിൻമിൽ ഞാൻ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര ക്ലോസ് ആയിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. കഴിഞ്ഞ തവണ തെങ്കാശിയിൽ ഞാൻ മുന്നേ പോയിട്ടുണ്ട്. തെങ്കാശി ഈ ഒരു റൂട്ട് തന്നെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അന്ന് എടുക്കാത്ത ഒരുപാട് വീഡിയോസ് ഇന്ന് ഞാൻ എടുത്തു. ആ മലമുകളിൽ കാണുന്ന അമ്പലം കണ്ടോ, അവിടേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ആ മലയുടെ മുകളിൽ, ഇത്രയും ഉയരമുള്ള മലയുടെ മുകളിൽ ആ അമ്പലം നിൽക്കുന്നത് ദൂരെ നിന്ന് കാണുന്ന ആ ഒരു ഭംഗി ഈ ഫോണിൽ തന്നെ നല്ലൊരു ഭംഗിയില്ലേ. അപ്പം നേരിട്ട് കാണേണ്ട എൻ്റെ അവസ്ഥ എന്തായിരിക്കും. മുട്ടൻ്റെ ഒരു മലയുടെ മുകളിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ റോഡ് ശ്രദ്ധിച്ചോ, ഈ ഒരു ക്ഷേത്രത്തിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ രണ്ട് വഴിയാണ്. ഒന്ന് 625 സ്റ്റെപ്പുകൾ ചാടി കയറി പോകണം. രണ്ട് ഈ റോഡ്. ഇത് 5-6 ഹെയർ പിന്നുകളുള്ള റോഡാണ്. ഈ റോഡിൽ കൂടെ വണ്ടി കയറ്റിക്കൊണ്ട് പോകണമെങ്കിൽ ബൈക്കിന് 20 രൂപയാണ് കൊടുക്കേണ്ടത്. കാറിനൊക്കെ 50ഒക്കെയാണ്. ഞാൻ 20 രൂപ കൊടുക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ആ റോഡിലോട്ട് നമ്മൾ എൻ്റർ ചെയ്തു. മുന്നോട്ട് വരുന്ന സമയത്ത് ആ സൈഡിലൊക്കെ ഉള്ളൊരു വ്യൂ ഇതാണ്. ഞാൻ കുറച്ച് മുകളിലെത്തിയിട്ട് താഴോട്ടുള്ള ഒരു വീഡിയോ ആയി കാണിക്കുന്നത് കണ്ടോ. ആ ഒരു വണ്ടികൾ ഇങ്ങനെ ഹെയർ പിന്ന് കയറി വരുന്ന കണ്ടോ, ഇങ്ങനെ കിടക്കുകയാണ്.
1 2 3 4 5 5 6 ഹെയർ പിന്നുകളാണുള്ളത്. എണ്ണാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും എണ്ണിയില്ല. 5 അല്ലെങ്കിൽ 6. എത്ര ആയാലും എന്താ, ഈ ഒരു റോഡിൽ കൂടെ വണ്ടി ഓടിക്കാനും ഈ ഒരു കാഴ്ചയൊക്കെ കാണാനുമല്ലേ നമ്മൾ ഇത്രയും ദൂരെ ഇവിടം വരെ എത്തിയത്. അപ്പോൾ പിന്നെ ഹെയർ പിൻ എണ്ണിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എത്ര വൈഡായിട്ട് കിടക്കുന്നൊരു സ്ഥലമെന്ന് നോക്കി, ഈ ഒരു ഭൂപ്രകൃതി. തമിഴ്നാട് തന്നെ കേരളത്തിനെ അപേക്ഷിച്ച് കൂടുതലും പരന്ന ഭൂമിയാണ്, പരന്ന് കിടക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ദൂരത്തുള്ള വ്യൂ നമുക്ക് മിക്ക സ്ഥലത്ത് പോയി നിന്നാലും കിട്ടുന്നുണ്ട്. അങ്ങോട്ട് എണ്ണിയാലൊടുങ്ങാത്ത മലനിരകൾ ഇങ്ങനെ പുറമോട്ട് കിടക്കുകയാണ്. നമ്മുടെ ക്യാമറയ്ക്ക് ഭയങ്കര ക്ലാരിറ്റി ആയതുകൊണ്ടേ എല്ലാം ഭയങ്കര കൃത്യമായിട്ട് തന്നെ കിട്ടുന്നുണ്ടല്ലേ. ആ ഇടയ്ക്കൊരു കുളം കണ്ടോ? ആ കുളം, അത്രയും പുൽമേടുകൾക്കിടയിലുള്ള ആ ഒരു കുളം, ആ ഒരു കുളത്തിന് മാത്രം ഭയങ്കരമായിട്ടൊരു ഭംഗിയായിരിക്കും, ഭയങ്കര അട്രാക്ഷൻ തോന്നും ആ ഒരു കുളം. കാരണം ഇത്രയും വിശാലമായിട്ട് കിടക്കുന്ന പുൽമേട്ടിൽ ആ ഒരു കുളമാണോ എന്ന് പോലും എനിക്കറിയില്ല, ഒരു വെള്ളക്കെട്ടാണ് സംഭവം. പിന്നെ ഒരു മൈതാനം പോലെ സ്ഥലം, അതൊക്കെ ഈ നെൽപ്പാടങ്ങളൊക്കെയാണ്. അത് ഭയങ്കരമായ കാഴ്ച, ഭീകരമായ കാഴ്ച എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥ. അങ്ങേ അറ്റം വരെ നമുക്ക് മലകൾ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ നേരിട്ടുള്ള കണ്ണിൽ. പക്ഷേ ഫോണിൽ അതൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്തൊക്കെ നേരിട്ട് പോയി കണ്ട് ആസ്വദിക്കണം. നമുക്ക് ഫോണിലൊന്നും ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ ഒരു ഭീകരത, ആ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി നമുക്ക് നല്ല രീതിയിൽ കിട്ടത്തില്ല. നേരിട്ട് അവിടെ പോയി നിൽക്കണം. ആ കാറ്റും ആ വ്യൂവും ആ റോഡും മലയും അമ്പലവും, എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ഒരു പ്രാവശ്യം പോയി മതിയാവാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്നത്. ഇതാണ് ഹെയർ പിന്ന്. വണ്ടികൾ കയറി പോകുന്നുണ്ടല്ലേ, പാറകൾ വെട്ടിത്തെളിച്ചുണ്ടാക്കിയ റോഡാണ്. അതുകൊണ്ട് തന്നെ ആ ഹെയർ പിന്നിൻ്റെ അവിടെ മൊത്തം പാറയാണ്. അത് നല്ല ഡേഞ്ചറസ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു ആവറേജ് ഡേഞ്ചറസ് ആണ്. വലിയ ബസ്സും കാര്യങ്ങളൊന്നും കയറി വരില്ല. മിനി ബസ്സൊക്കെ വരുന്നുണ്ട്, അല്ലാതെ വരുമായിരിക്കും. ഞാൻ കണ്ടില്ല, കണ്ണിൽ കാണാത്ത കാര്യം ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. വരാതിരിക്കാൻ എന്തുവാ. അമ്പലത്തിൽ ഈ ശബരിമല സീസണായിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒരുപാട് വണ്ടികൾ റോഡിലൊക്കെ പാർക്കിംഗ് സ്ഥലത്ത് പാർക്ക് ചെയ്ത് കവിഞ്ഞ് റോഡിലോട്ട് തന്നെ ഇറക്കി വരിവരിയായിട്ട് പാർക്ക് ചെയ്തേക്കുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. ഞാൻ ഏറ്റവും ടോപ്പിലെത്തി. ശബരിമല സീസൺ ആയതുകൊണ്ട് മാത്രമല്ല, അമ്പലത്തിൽ എന്തോ ഒരു ഉത്സവം പോലെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. വരുന്ന വഴിയിലൊക്കെ ഈ ഫ്ലോട്ട് പോലുള്ള ഐറ്റംസിനെയൊക്കെ ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു വണ്ടിയൊക്കെ. അപ്പം ഞാൻ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തു. ഒരുപാട് പാർക്കിങ് വണ്ടി കിടപ്പുണ്ട്. ബൈക്കുകളായിക്കോട്ടെ, കാറുകളായിക്കോട്ടെ, മിനി ബസ്സുകളായിക്കോട്ടെ, ഒരുപാട് വണ്ടികൾ അവിടെ ഉണ്ട്. ഞാൻ ദൂരെ നിന്നേ കണ്ടായിരുന്നു. ഞാൻ നേരത്തെ ദൂരെ നിന്ന് അമ്പലത്തിൻ്റെ വീഡിയോ കണ്ടില്ലേ, ഞാൻ കാണിച്ചില്ലേ നേരത്തെ. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ആ സ്റ്റെപ്പ് കയറി വരിവരിയായിട്ട് ആൾക്കാരിങ്ങനെ ഉറുമ്പുകളിങ്ങനെ വരിവരിയായിട്ട് എഴയുന്ന പോലെ ആ സ്റ്റെപ്പ് നിറഞ്ഞ ആൾക്കാർ മുകളിലോട്ട് കയറി വരുന്നുണ്ടായിരുന്നു. കാറിൽ വന്നവരെ കൂടാതെ നടന്ന് വന്നിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. ഞാൻ ഏറ്റവും ടോപ്പിലെത്തി. അമ്പലത്തിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് സ്റ്റെപ്പ്. ഏകദേശം 625 സ്റ്റെപ്പുകളാണുള്ളത്. ഞങ്ങൾക്ക് താഴേന്ന് കിടക്കുകയാണ്. ഇത് ഓരോ പാർട്ടായിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ളൊരു സ്ഥലങ്ങളൊക്കെയാണ് ആ ഒരു ചെറിയ മേൽക്കൂരയൊക്കെ കൊടുത്തിരിക്കുന്നത്. പ്രായമായ ആൾക്കാരൊക്കെ കയറി വരുന്നില്ല. അപ്പോൾ കിതയ്ക്കുമ്പോൾ വെയിലൊന്നും കൊള്ളാതെയും മഴ കൊള്ളാതെയൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ആ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു കാഴ്ചയെന്ന് പറയുന്നത്. ഈ തമിഴ്നാട്ടിലെ മിക്ക അമ്പലങ്ങളിലും ഒരു പ്രത്യേകത ഇതേപോലെ ഒരുപാട് രൂപങ്ങൾ കൊത്തി വെക്കുക എന്നുള്ളത്. അത് കാണാനും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഒരുപാട് ആൾക്കാർ ഉണ്ട് ഇവിടെ. എന്തോ ഉത്സവമോ എന്തൊക്കെയോ പൂജകളോ ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ വാട്ടർ ടാങ്കൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു വെള്ള വരയുണ്ട്. ഈ വെള്ള വര നിങ്ങൾക്ക് മുന്നേ കണ്ട് പരിചയമുണ്ട്. എൻ്റെ മുന്നത്തെയുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ നടക്കുന്ന സ്ഥലത്തെ വെള്ള പെയിൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെന്താണെന്ന് വെച്ചാൽ കാല് പൊള്ളാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. മുന്നേ നമ്മൾ കന്യാകുമാരിയിൽ പോയി വിവേകാനന്ദ പാറയിൽ പോയപ്പം അവിടെയും ഈ ഒരു സെയിം പാറ്റേൺ കണ്ടിരുന്നു. അത് നടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ വെള്ള വര, അതെന്തോ ഒരു മിശ്രിതമാണ് പെയിൻറ്റിനകത്ത് കലർത്തി അടിച്ചേക്കുക. കാരണം മറ്റേ സ്ഥലത്തൂടെ നടക്കുമ്പോൾ കാല് നല്ലപോലെ പൊള്ളും. പക്ഷേ ഈ വെളുത്ത പെയിൻ്റ് അടിച്ച് അതിലേ കൂടെ നടക്കുമ്പോൾ കാല് തണുപ്പാണ്. എത്ര വെയിലാണെങ്കിലും കാലിൽ തണുപ്പ് അനുഭവപ്പെടുക, കാല് പൊള്ളില്ല. ഈ അമ്പലത്തിൻ്റെ ഈ സൈഡിലൊക്കെ നിന്ന് കഴിഞ്ഞ് താഴോട്ടൊക്കെ നോക്കുമ്പോൾ ഉള്ളൊരു ഭീകരത, അതിഭീകരമായൊരു സ്ഥലമാണിത്. അത്രയ്ക്കും മനോഹരമാണ്. എത്ര പറഞ്ഞാലും തീരാത്ത അത്ര പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലത്താണ് ഈ ഒരു അമ്പലം നിലനിൽക്കുന്നത്. വെറുതെ അല്ല പുഷ്പ സിനിമയൊക്കെ ഇവിടെ കൊണ്ട് ഷൂട്ട് ചെയ്തത്. ഈ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് എത്തുമ്പോഴാണ് നമുക്ക് അമ്പലത്തിലെ ശ്രീകോവിലോട്ടുള്ള മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. രണ്ട് സൈഡിൽ 2 കുട്ടിയാനയുടെ പ്രതിമയൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ട്. ഈ ചേച്ചി എന്തോ കൊണ്ടുപോകുന്നു, എന്താണെന്നറിയില്ല. ഒരുപാട് ആൾക്കാരുണ്ടായതുകൊണ്ട് വീഡിയോ എടുക്കുന്നതിന് ഭയങ്കര പരിമിതിയായിരുന്നു. നമ്മൾ ശ്രീകോവിലിനകത്തോട്ട് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. അതൊക്കെ തെറ്റാണ്, അതിലൊന്നും ശരിയായിട്ടുള്ള കാര്യമില്ല. ആ ടോപ്പ് നിൽക്കുമ്പം നമുക്ക് കിട്ടുന്ന ഏറ്റവും മനോഹരമായൊരു വ്യൂ ആണ്. അതായത് ശ്രീകോവിലിന് മുമ്പിലുള്ള ബാൽക്കണി പോലുള്ള ആ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണിത്. രാവിലെ മഞ്ഞും കൂടെ വന്ന് മൂടിക്കഴിയുമ്പോൾ ഒരു ഭീകരത എത്ര വർണ്ണിച്ചാലും മതിയാവത്തില്ല. ഇത്രയും പ്രകൃതി ഭംഗിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ക്ഷേത്രം വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അത്രമാത്രം ഉണ്ട്.
ശബരിമലയൊക്കെ ആയാലും അത്ര ഒരു തിരക്കിൻ്റെ ഇടയ്ക്ക് ജനത്തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാനൊന്നും പറ്റത്തില്ല. ഒരിടത്ത് സ്വസ്ഥമായിട്ട് നിൽക്കാൻ പോലും പറ്റത്തില്ല. ഇവിടെ ഇന്ന് എന്തോ ഉത്സവം നടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും ജനത്തിരക്ക്. ഈ അമ്പലത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ അധികൃതർ. കണ്ടില്ലേ, കുടിക്കാനുള്ള വെള്ളമാണ് ആ പൈപ്പിലുള്ളത്. നടന്നു പോകുമ്പോൾ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പെയിൻറ്റിങ് ആണ് അവിടെ. ഇതേപോലെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെയുണ്ട്. കാരണം വരുന്നവരൊരു കാരണവശാലും ബുദ്ധിമുട്ടരുത് എന്നൊരു ദൃഢനിശ്ചയമുള്ളൊരു പോലെ. ഈ അമ്പലത്തിൻ്റെ ഏത് ആംഗിളിൽ നിന്നാലും ഒടുക്കത്തെ വ്യൂ. മതിലിലൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. തമിഴായതുകൊണ്ട് നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റി. ഈ സൈഡിലാണെങ്കിലും നമുക്ക് ഈ സ്വസ്ഥമായിട്ട് ഇരുന്ന് വ്യൂ ആസ്വദിക്കാനാണെങ്കിലും ഒക്കെ കണ്ടില്ലേ, ഇരിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത്രയ്ക്ക് വരുന്ന ആൾക്കാർക്ക് ഒരിക്കലും ടയേർഡ് ആവരുത്. ഈ ഒരു അമ്പലത്തിൽ നടന്ന് കയറി വരുമ്പോൾ ഉള്ള ക്ഷീണം മാത്രമേ കാണൂ. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ കുടിക്കാൻ വെള്ളമായിക്കോട്ടെ, കാല് കൊള്ളാതിരിക്കാനുള്ള പെയിൻറ്റ് ആയിക്കോട്ടെ, ഇരിക്കാനുള്ള സ്ഥലമായിക്കോട്ടെ, ഇനി ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ടോയ്ലറ്റ് സംവിധാനം വരെ ജെൻസ് ആൻഡ് ലേഡീസ് കണ്ടില്ലേ കൊടുത്തിട്ട് കാണിക്കുന്നത്. എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഇവിടെ ഉള്ളതെന്നറിയോ? ഒരു ടൂറിസ്റ്റ് പ്ലേസ് കിട്ടുമോ ഇത്രയും ഫെസിലിറ്റീസ്? സംഭവം എല്ലാം കൊണ്ട് സപ്പോർട്ടീവായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഇത് കേട്ടോ. മുരുകനാണ് ഇവിടുത്തെ പ്രതിഷ്ഠയെന്ന് പറയുന്നത്. ഇത് കണ്ടില്ലേ, എന്നെ ഏറ്റവും അട്രാക്റ്റ് ചെയ്തത് ഈ അമ്പലത്തിലെ ക്ഷേത്ര കുളമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പലം തന്നെ ഒരു മലയുടെ മുകളിലാണ്, പാറയുടെ മുകളിലാണ്, വലിയൊരു മലയുടെ മുകളിൽ. ആ മലയുടെ മുകളിൽ അതാ ഒരു ക്ഷേത്രക്കുളം വരെ ഉണ്ട്. എത്ര മനോഹരമാണെന്നറിയോ ഈ ക്ഷേത്രക്കുളം കാണാൻ, നേരിട്ട് കാണാൻ. ആ ചുറ്റുമതിലൊക്കെ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് മനോഹരമായിരുന്നു. ഈ ക്ഷേത്രക്കുളത്തിൽ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ. നമ്മുടെ ക്യാമറയിൽ ഒന്നും പതിഞ്ഞിട്ടില്ല. മീനുകളുണ്ട് എന്ന് ഞാൻ നേരിട്ട് കണ്ടത്. താണ്ടെ കുറച്ച് കുട്ടികൾ അവിടെ നിന്ന് പൊരി വാരി മീനിട്ട് കൊടുക്കുന്നു. ഇതൊരു ആചാരമാണോ അതോ കുട്ടികൾ തമാശയ്ക്ക് ചെയ്യുന്നതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ വലിയ വലിയ മീനുകൾ ഈ ക്ഷേത്രക്കുളത്തിലുണ്ട്. അത് ഞാൻ കണ്ടു. കുളത്തുപുഴയിലുള്ള പോലെ മീനൂട്ട് ഇവിടെ ഒരു ആചാരമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കുട്ടികൾ തമാശയ്ക്ക് ഇട്ട് കൊടുക്കുന്നതായിരിക്കും. കാരണം വേറെ ആരും ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടതുമില്ല. കുട്ടികൾ മാത്രമേ ഉള്ളൂ അവിടെ നിൽക്കുന്നതിൽ, മുതിർന്നവരാരും തന്നെ ഇല്ല. ഞാൻ കുറേ ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് തമിഴ്നാട്ടിലുള്ള ഈ ഒരു മലയിൽ കോവിലാണ്, മുരുക ക്ഷേത്രമാണ്. അത് പുഷ്പ സിനിമയിൽ വന്നതുകൊണ്ട് നമ്മുടെ ട്രാക്ഷൻ 4 അവിടെ പോയി ട്രാക്ഷൻ 4ൻ്റെ വീഡിയോ ഞാൻ കണ്ടതുകൊണ്ട് ഞാനും അവിടെ വന്നു. ഇത് കണ്ടില്ല, ഈ അമ്പലത്തിലെ എന്തോ നിവേദ്യമാണോ എന്തോ ഒരു വഴിപാടാണ് ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്ത് ഐറ്റമാണെന്ന് എനിക്കറിയില്ല. മഞ്ഞ കളറിലെ ചോറ് പോലെയൊക്കെ എനിക്ക് തോന്നുന്നത്. കപ്പയൊന്നുമല്ല, കപ്പ പോലെയൊക്കെ തോന്നുന്നുണ്ട്. നമുക്ക് അടുത്ത് പോയി നോക്കിയില്ല ഞാൻ. ഈ മുന്നേ കാണുന്ന ഈ ഗോപുരം പോലെയൊക്കെ കണ്ടോ, ഈ ആൾക്കാർ ഈ സ്റ്റെപ്പ് കയറി മുകളിലെത്തി അതിനകത്താണ് തേങ്ങ ഉടയ്ക്കുന്നത്. ചിലപ്പോൾ ഗണപതിയുടെ ശ്രീകോവിലായിരിക്കാം. ഈ അമ്പലത്തിൻ്റെ ഒരു സൈഡിലൊക്കെ ഈ പാർക്കിംഗ് ഏരിയയിലോട്ട് വന്ന് നിൽക്കുക. 4 വശവും വ്യൂ ആന്നേ. ഈ അമ്പലത്തിൽ 360 ഡിഗ്രി നമ്മൾ കറങ്ങി നടന്ന് നോക്കിയാൽ 4 വശവും വ്യൂ ആണ്. കാരണം അത്രയ്ക്ക് വലിയൊരു മലയുടെ മുകളിലാണ് ഈ ഒരു ക്ഷേത്രം പണിഞ്ഞു വെച്ചിരിക്കുന്നത്. അതും ഭീകരമായ ഹെയർ പിൻ ആയിക്കോട്ടെ, നമുക്ക് വേണ്ട ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, പാർക്കിംഗ് സൗകര്യമായിക്കോട്ടെ, ടോയ്ലറ്റ് ആയിക്കോട്ടെ, എന്ത് വേണോ അതെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അത്രയ്ക്ക് മനോഹരമായ, അതും ബൈക്ക് കയറ്റാൻ വേണ്ടി വെറും 20 രൂപ മാത്രം കൊടുത്താൽ മതി. അങ്ങനെ ക്ഷേത്രം മൊത്തം ഞാൻ ചുറ്റി നടന്ന് കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത്രയൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം വന്ന് അകത്തോട്ടൊക്കെ കയറി വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. അങ്ങനെ ഈ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ വേറെ 1-2 സ്ഥലത്തൂടെ പോകുന്നുണ്ട്. അതും കൂടെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ ബോറായിരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ ചെരുപ്പൊക്കെ കണ്ടുപിടിച്ച് ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് മറ്റ് 1-2 സ്ഥലത്തൂടെയൊക്കെ ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ അടുത്ത തിങ്കളാഴ്ച ആ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും. കാണാൻ മറക്കരുത്.